സുഖല്ലേ? ഇന്ന് ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ പോവാണ്. അതെന്താ ഇപ്പോൾ ചായ കുടിക്കുന്നത് പൊതുവെയുള്ള കാര്യമല്ലേ? അതിനിപ്പോൾ എന്തോ ഒരു സ്പെഷ്യാലിറ്റി എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ? ഇന്ന് മെയ് 21 ചായയുടെ ദിവസമാണ്. ഈ വീഡിയോ വരുമ്പോൾ ചിലപ്പോൾ മെയ് 21 ഒന്നും ആയിരിക്കില്ല. സോ അതിനായി ഞാൻ നിങ്ങളോട് ആദ്യമേ ക്ഷമ ചോദിക്കുകയാണ്. This is our owner home temple. ഇപ്പോൾ സമയം 10:15 കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധർമ്മശാല ഫുൾ ഉറങ്ങാനുള്ള പ്രിപ്പറേഷനിലാണ്. ഇവിടെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നേരത്തെ ഉറങ്ങും. അപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാവരും നേരത്തെ എണീക്കുവെക്കാരെന്ന്. എണീക്കും, ബട്ട് അവരുടെ എല്ലാ വർക്കും ഷോപ്പൊക്കെ തുറക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ലേറ്റായിട്ടാണ് അവർ തുടങ്ങുക. നമുക്ക് ധർമ്മശാലയെ കുറിച്ച് പറയുന്ന നിർത്തിയിട്ട് ചായനെ കുറിച്ച് പറയാം. മേ ബി എല്ലാവരും ഒരു ചായ പേഴ്സൺ ആവില്ല, ബട്ട് ഏകദേശം പേരും ചായ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതിൽപ്പെട്ട ആളാണ് ഈ മുന്നിൽ നടന്നു പോകുന്നത്. പണ്ട് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് മദ്രസയിൽ പോകുമ്പോൾ ചായപ്പീടിയെന്ന് ചായയും പാലും കൂടിച്ചേർന്ന ഒരു മണം വരും. അത് മൂക്കിലേക്ക് ഇങ്ങോട്ട് തുളച്ച് കയറും. രാവിലെ എണീറ്റ് പത്രം വായിക്കാൻ വരുന്നവർ ഒരു ചായ അടുത്ത് വെച്ചാണ് വായന തുടങ്ങുന്നത്. ആ ചായ തീരും വരെ വായന തുടർന്നുകൊണ്ടിരിക്കും. റേഡിയോയിൽ പഴയ സിനിമാ പാട്ടും കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ചായയുടെ ടേസ്റ്റും കൂടുന്നതാണ്. നാട്ടിലെ കുശലം പറയുന്നവരുടെ കയ്യിലും അടുത്തുമായിട്ടും കാണാം കടുപ്പമുള്ള ചായ. കടുപ്പം കൂടിയ ചായ ആകുമ്പോൾ കുശലം പറച്ചിലിനും കടുപ്പം കൂടാറുണ്ട്. വീട്ടിലെത്തുമ്പോൾ ഉമ്മച്ചി മുന്നിലേക്ക് ചായ നീട്ടും. ഉമ്മച്ചി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന മെയിൻ സാധനങ്ങളിൽ ഒന്നാണ് പാൽ ചായ. ബട്ട് അതിൻ്റെ ശരിക്കുള്ള രുചി കിട്ടണേൽ വീട്ടിൽ വിരുന്നാരെ വരണം. ഇല്ലേലും ഉമ്മ കുറച്ച് സ്നേഹം അങ്ങോട്ട് കുറച്ചിട്ടാണ് ചായ ഉണ്ടാക്കാറ്. ഏതായാലും വീട്ടിലെപ്പോഴും ഒരു പാത്രം ചായ അത് മസ്റ്റാണ്. ഇതൊക്കെയാണ് എൻ്റെ ചായ അനുഭവങ്ങൾ. നിങ്ങൾക്കുണ്ടാകും കുറേ ചായ അനുഭവങ്ങൾ പറയാൻ. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ചായ സുത്താബാറിലെത്തി. ധർമ്മശാലയിൽ നട്ടപ്പാതിരയിൽ ചായ കിട്ടുന്ന ഒരേ ഒരു സ്ഥലമാണ് ചായ സുത്താബാർ. പിന്നെ ഒരു സ്ഥലം കൂടി കിട്ടും, പക്ഷെ അത് ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇവിടെ വന്നപ്പോൾ ആണ് ഇത്രയും വ്യത്യസ്തമായ ചായകളുണ്ടെന്ന് ഞാൻ അറിയണത്. ഏലാച്ചി ചായ, അത്രക് ചായ, ചോക്ലേറ്റ് ചായ, റോസ് ചായ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ചായ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ബട്ട് പൈസ ரொம்ப ജാസ്തിயாக இருக்குது. ചായ ഉണ്ടാക്കുന്നവർക്കനുസരിച്ച് ടേസ്റ്റ് മാറുമെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ മാറുന്നുണ്ട്, അതുപോലെ തന്നെ ചായയുടെ ടേസ്റ്റ് മാറുന്നുണ്ട്. ബട്ട് ഇന്ന് എന്തായാലും നല്ല കിടിലം ചായ ആയിരുന്നു. ഏലാച്ചി ചായയും കുടിച്ച് ചായക്കടയിൽ വരാറുള്ള പഴയ പാട്ടുകളൊക്കെ അങ്ങനെ കേട്ട് ആസ്വദിക്കുകയും പാടുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ചായ ദിവസം എൻജോയ് ആക്കിയത്. ദേവദാരു പൂത്തു. എനിക്കിപ്പോൾ അതൊക്കെ ചിന്ത ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ
കുറച്ച് ഐസ്ക്രീം കഴിക്കാനുള്ള മോഹവുമായി ഫർഷിയുടെ കടയ്ക്ക് വിട്ടു. അങ്ങനെ നമ്മൾ ഗെറ്റ് ഡെസേർട്ടഡ് എന്ന ധർമ്മശാലയിൽ വന്ന പുതിയ ഷോപ്പിലേക്ക് കയറി. ഇത്രയും കടിച്ചാൽ പൊട്ടാത്ത പേരുള്ള ഐറ്റംസ് ആണ് ഇവിടെയുള്ളത്. കുറേ നേരത്തെ ചർച്ചയ്ക്കൊടുവിൽ ഷിഫ ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ 2 ടൈപ്പ് ഐറ്റംസ് എടുത്ത് വന്ന് നമ്മൾ കഴിക്കാൻ തുടങ്ങി. എല്ലാം അടിപൊളിയായിരുന്നു. ഇതിൻ്റെ 2ൻ്റെ പേരും എനിക്ക് ഓർമ്മയില്ല. ഫർഷിൻ്റെ സ്പെഷ്യൽ സ്വിസ് ചോക്കോ പർച്ചേസ് ഈ ഷോപ്പ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. കാരണം ഇവരുടെ ക്ലയൻസിനെ എൻഗേജ് ചെയ്യിക്കാനുള്ള കുറേ ഗെയിംസും പിന്നെ അവരുടെ തോട്ട്സ് എഴുതിയിട്ട് അത് അവിടെ തന്നെ ഇതുപോലെ വെക്കാനും ഒരു ഓപ്ഷനുണ്ട്. ഈ ബോർഡിൽ പല പല ഭാഷകൾ ഞാൻ കണ്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾ മലയാളത്തിൽ മനസ്സ് നിറഞ്ഞു വയറു നിറഞ്ഞു എന്ന് എഴുതി ചേർത്തു. ഗെറ്റ് ഡെസേർട്ട്. ചിന്താവിഷ്ടയായ ശ്യാമള. ഇനി താങ്ക് യു എന്ന് എഴുതിയിട്ട് നന്ദി എന്ന് എഴുതിയാളാം. എന്നിട്ട് പേരും എഴുതിയാളാം നമ്മളെ. ഫർഷി നീ ഒരു സംഭവം എൻ്റെ നന്ദിയോ ലാസ്റ്റ് നന്ദി എന്ന് എഴുതിയാളാം. എന്നിട്ട് അതിൻ്റെ ഇടയിലാണോ പേര് എഴുതിയാളാം. ആരെ പേര് ഇവിടെ ഇതെന്ത് കപ്പിൾസാ. എന്നിട്ട് അവിടെ അല്ലേ ഒരു സ്മൈലി വരച്ചേക്ക് അവിടെ. ഇനി മറ്റേത് 2 ഇങ്ങനെ നമ്മൾ മനുഷ്യന്മാർ വരക്കൂല ഇതേപോലെ ഇവിടെ ഇങ്ങനെ വരച്ച് വെച്ചോ 2 എന്നിട്ട് മുടി ഇങ്ങനെ വെച്ചോ. അതും പെൺകുട്ടികളാകും. കോലായിട്ട് എൻ്റെ മുടി മറ്റേ ഹെയറും എൻ്റെ മുടിയും സംഭവം ഉദ്ദേശിച്ച് നീളത്ത് വരക്ക്. പഠിച്ചോനെ ഞാൻ കുറച്ച് നീളമുണ്ട് അതുകൊണ്ട് ഇവിടെ വരയ്ക്കാൻ തരാം. എൻ്റെ എന്താ എൻ്റെ മുടി ഇങ്ങനെ നീണ്ട് മിന്നലടിച്ച് പോയത്. ഏതായാലും അടിപൊളിയൊക്കെ വരച്ചത്. അതിന് സ്മൈൽ കിട്ടിയില്ല എനിക്ക്. ആ മാച്ചുള്ള കളറും കിട്ടിട്ടോ. ലൈറ്റിൽ കൊണ്ടുവച്ചു ഇപ്പുറത്ത്. ഇവിടെ ഇരുട്ടല്ലേ. എന്താ സാധനം
കുറച്ച് ഗെയിംസും കളിച്ച് ഞങ്ങൾ ടീ ഡേ ശരിക്കും എൻജോയ് ചെയ്തു. അവിടുന്ന് അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. നല്ല കമ്പനി വന്നിട്ടില്ലേ. അർദ്ധരാത്രിയിൽ ധർമ്മശാലയിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണിത്. നായ്ക്കളിങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കും. തിരിച്ച് കുരച്ച് വെറുതെ പണി ഉണ്ടാക്കണ്ട, പേടിക്കണ്ട. എന്താടാ പട്ടി? പല രീതിയിലും പല കോലത്തിലും കിടക്കുന്ന പട്ടികൾ. ഇവർ ഇങ്ങനെ മറ്റേ ട്രാവൽ റിവ്യൂ എന്ത് പറയുന്ന ആളില്ലേ, ഇവൻ്റെ പേര് സ്പൾബർ. അതെ, ഇവൻ്റെ പേര് സ്പൾബർ. ഇവരിങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കും, എന്തിനെന്നറിയാണ്ട്. രാത്രികളിൽ മനുഷ്യന്മാരുടെ ഉറക്കം കെടുത്തലാണ് ഇവരുടെ പ്രധാന തൊഴിൽ. അയ്യോ, കണ്ടോ? 1 2 3 വിശാലമായ തെരുവുകൾ. അതിനിടയിൽ ഒരാളെയും മീറ്റാക്കി. ബട്ട് ഞാൻ ഈ പുള്ളിയെ വീഡിയോ എടുത്തത് ഇഷ്ടപ്പെടാഞ്ഞിട്ടോ അല്ലെങ്കിൽ നട്ടപ്പാതിരക്ക് ഇവർക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ആലോചിച്ചിട്ടോ അറിയില്ല. ഇവൻ്റെ ഉടമക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അയാൾ അതും എടുത്തുകൊണ്ട് പോയി. സാരല്ല, പോട്ടെ, നമുക്ക് ഇത്രയും കിട്ടിയില്ലേ. ചായയുടെ ദിവസം ചായയോടൊപ്പം നല്ല നല്ല ഓർമ്മയുമായി ആസ്വദിച്ച് ഞങ്ങൾ റൂമിലേക്ക് എത്തി. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ.